രാജ്യത്തെ കർത്താവ് അത്ഭുതമായി നടത്തിയല്ലോ. 2025 മൂന്നാമത്തെ മാസത്തിലേക്ക് നമ്മളെ കർത്താവ് അത്ഭുതമായി നടത്തുന്നു. കർത്താവിന്റെ എല്ലാ കർമ്മകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ എന്നെ ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമക്കളെ ഒരു അകത്ത മനുഷ്യനെ ബലപ്പെടുത്തുന്ന ദിനങ്ങളാണ്. ഞങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്നത് ഉപവാസ പ്രാർത്ഥന ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദിവസങ്ങളാണെന്ന് കാണാൻ കഴിയും അല്ലെ. ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഈ ആളുകൾ പല നമ്മുടെ അന്യമത പ്രിയപ്പെട്ടവരൊക്കെ ഉപവാസത്തിലായിരിക്കുന്ന ദിനങ്ങളാണ്. അവരൊക്കെ ഒരു ചടങ്ങിന്റെ ആരാധനയാണ്, അല്ലെങ്കിൽ ചടങ്ങിന്റെ ഉപവാസങ്ങൾ നടക്കുമ്പോൾ അല്ലെ, ഈ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോയമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ആവശ്യത്തോടെ ആഹാരം കഴിക്കുകയും അന്നത്തെ ആ കോട്ട കഴിഞ്ഞു എന്ന സന്തോഷത്തിൽ അവരെന്ത് ചെയ്തു ആഹാരം കഴിച്ച് അതോടുകൂടി അവർ അവസാനിക്കുന്നു. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പട്ടിണി ഉപവാസമല്ല അല്ലേ. നമ്മൾ ആഹാരം മാറ്റി വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉപവാസത്തിൽ എന്ത് സംഭവിക്കുന്നറിയാം, നമ്മുടെ ആന്തരികമായ അകത്ത മനുഷ്യനാണ് ബലപ്പെടുവാനിടയാണ്. നമ്മുടെ അകത്ത മനുഷ്യൻ ബലപ്പെടുന്ന ദിനങ്ങളാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയൊക്കെ ഈ 10,000 കിലോമീറ്റർ 5,000 കിലോമീറ്റർ സർവീസ് ചെയ്യും. സർവീസ് സെന്ററിൽ ചെന്നിട്ട് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന്, പ്രത്യേകിച്ച് കമ്പനി സർവീസ് ഒക്കെ ആണെങ്കിൽ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യും. അതിനെ നോർമലി നമ്മളിപ്പോൾ ഓയിൽ ഫിൽറ്റർ ഒക്കെ ചെക്ക് ചെയ്യുന്നവരെ അവരാണെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് തരും. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനത് മാറ്റേണ്ട എല്ലാം ഒന്ന് മാറ്റി ഒന്ന് ഓയിലൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അടുത്ത 10,000 കിലോമീറ്റർ അവർ എഴുതി ഒരു 10,000 കിലോമീറ്റർ ഡേറ്റ് ഇടും. 2-3 മാസം അല്ല 4 മാസം കഴിഞ്ഞ ഡേറ്റ്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ആ ദിവസങ്ങൾക്കാണ് ഒരു 10,000 കിലോമീറ്റർ ഓടാനുള്ള ഒരു ക്രമീകരണങ്ങൾ ആ വണ്ടിക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ വഴിയിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള എല്ലാം മെയിൻ്റനൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് പോലെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് അടുക്കുകയും നമ്മുടെ കുറവുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിലേക്ക് സമർപ്പിച്ച് എന്ത് ചെയ്തു ഒരു ആത്മശക്തി ഏറ്റെടുക്കുന്ന ദിനങ്ങളാണ് ഉപവാസ പ്രാർത്ഥന. മനസ്സിലാകുന്നു? അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ നടക്കുന്നത് അകത്ത് അല്ല പുറമേയുള്ള ശരീരം ആഹാരം കഴിക്കാത്തതിന്റെ ക്ഷീണമല്ല, പകരം എന്ത് ചെയ്തു അകത്തെ മനുഷ്യർ എന്ത് ചെയ്തു ബലപ്പെടുന്ന ദിനങ്ങളാണ്. കാരണം നമ്മുടെ ഈ എതിർശക്തിയോട് പോരാട്ടമുള്ളത് നമ്മുടെ പുറമേയുള്ള ശരീരം കൊണ്ടൊന്നുമല്ല. നമ്മൾ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നു, അത് നമ്മുടെ പുറമെ കൈയിടിക്കുന്നതല്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ പരിശുദ്ധാത്മാവിൽ അകത്ത മനുഷ്യൻ ബലപ്പെടുന്ന ദിനങ്ങളാണ് ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഈ ആരാധനയിൽ കൂടി, പരിശുദ്ധാത്മാഭിഷേകത്തിലുള്ള ആരാധനയിൽ കൂടി എന്ത് സംഭവിക്കുന്നറിയോ, നമ്മൾ ആത്മാവിൽ ഒന്ന് ബലപ്പെടുക. മനസ്സിലായോ? നമ്മൾ അകത്ത മനുഷ്യന് ബലപ്പെടുമ്പോൾ ആത്മാവിൽ നമ്മുടെ ശരീരത്തിന് ആത്മീയ അല്ലെ ഭൗതിക ആഹാരം കൊണ്ട് നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുന്നെങ്കിൽ നമ്മളെ ആത്മീയമായി ബലപ്പെടുമ്പോൾ എന്ത് ചെയ്തു നമ്മുടെ അകത്ത മനുഷ്യൻ എന്ത് ചെയ്തു ബലപ്പെടുകയാണ്. ഞാൻ ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കുന്നത് ദൈവമക്കൾ ഈ 3 ദിവസം കഴിയുമ്പോൾ ഒരു ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് മുമ്പോട്ട് ഓടുവാനുള്ള ഒരു ആത്മശക്തി പ്രാപിക്കുവാൻ വ്യാപാരങ്ങൾ തലത്തോട് ഒരു ആത്മശക്തിയോടെ കർത്താവിനെ ആരാധിക്കുന്ന ദിനങ്ങളാകെ തീരുവാനിടയാകണം. ഒരു നിമിഷം ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അല്ലെങ്കിൽ കുറവുകൾ ബലഹീനതകൾ ആദായങ്ങളുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് ക്ഷമയൊഴിച്ചുകൊണ്ട് ഒരു ആത്മശക്തിയോടെ ദൈവത്തെ ഒന്ന് പ്രാർത്ഥനയോടെ നമുക്കൊന്നായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, മനോഹരമായ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയായി ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് ആഗ്രഹിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ച കരുണകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹവും ഒരു ദൈവിക വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ പട്ടണത്തിൽ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹപ്പെട്ട ദിനങ്ങളാക്കി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ബഹുദൂരം കേൾക്കുന്ന ഒരു ആരാധന, ബഹുദൂരം കേൾക്കുന്ന ഒരു ദൈവിക വിടുതലിന്റെ ദിനങ്ങളാക്കി കൊടുക്കുവാൻ കർത്താവ് ദൈവസഭയെ സഹായിക്കണമേ. ശാസിക്കുന്നു. ദൈവകൃപയ്ക്കായി ഞങ്ങൾ സമർപ്പിച്ചു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അല്പനേരത്തെ ദൈവത്തിന്റെ ചിന്തകൾക്കായി നമുക്ക് ദൈവത്തിലേക്ക് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി പൂർവാക്യമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. അടുത്തോടെ നമുക്ക് സുപരിചിതമായ അറിയുന്ന ഒരു വേദഭാഗമാണ് എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 10 and 11. കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ.
ആ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണാൻ കഴിയും, വായിച്ചത് ഒടുവിൽ കർത്താവിൽ വന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടു. സുപരിചിതമായ വേദഭാഗമാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അതിന്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 6-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ പാരഗ്രാഫിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്ന ഒരു വേദഭാഗമാണ് വായിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സുപരിചിതമായി കേൾക്കുന്ന മനഃപാഠമായി കുഞ്ഞുങ്ങൾ പഠിച്ചൊക്കെ പഠിക്കുന്ന ഒരു വാക്യമാണ്. ആ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. Ephesians chapter 6 verse 10. Okay. മതി. അപ്പൊ ഇവിടെ വായിക്കുന്നത് ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. ഇന്നത്തെ ഒരു ലോകത്ത് വല്ലാതൊരു ഒരു ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പ്രശ്നത്തിൽ കൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഓരോ ദിവസം പേപ്പർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് വായിക്കുമ്പോൾ വല്ലാത്തൊരു അനർത്ഥ വാർത്തകളാണ് കേൾക്കുന്നത്, അല്ലെ? പലരും പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ഗവൺമെന്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പറയും അത് പണ്ടുതൊട്ടേ ഉണ്ട്, ഇപ്പം മാധ്യമങ്ങളെ കൊണ്ടുവരാന്ന് പറയും, അല്ലെ? പല രീതിയിൽ അതിനെ ന്യായീകരിക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഓരോ സംഭവങ്ങളാണ് നാട്ടിലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ദുർവാർത്തകൾ, മയക്കുമരുന്നുകൾ, കൊലപാതകങ്ങൾ തുടങ്ങിയുള്ള അനർത്ഥങ്ങൾ എന്ത് ചെയ്തു പതിവിൽ കൂടാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളുകളാണ് നിൽക്കുന്നത്, അല്ലെ? പക്ഷെ ആ ദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ദൈവ പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ എന്ത് ചെയ്തു ഒരിക്കലും ദൈവത്തിന്റെ സ്വന്തം നാടിന് അല്ല, അതിന്റെ ഓപ്പോസിറ്റ് പിശാചിന്റെ നാടുകൾ പോലെ കേൾക്കുന്ന വാർത്തകളെല്ലാം എന്ത് ചെയ്തു നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറകളെല്ലാം എല്ലാവരും നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തരായ ദൈവമക്കൾക്കുള്ള പ്രത്യേകത മനസ്സിലാക്കണം. അപ്പോൾ ഈ തകർക്കപ്പെട്ട വേദന അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള ലോകത്താണ് നമ്മളായിരിക്കുന്നത്, അല്ലേ? പക്ഷെ ആ ആയിരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ കഴിവുകൊണ്ടല്ല, പകരം ദൈവം നമ്മളെ നിലനിർത്തുന്നതാണ്. അപ്പം ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളും അവരും മറ്റുള്ളവരും തമ്മിലുള്ള പ്രത്യേകത ദൈവമക്കൾ ചെയ്തു മനസ്സിലാക്കണം. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം നമ്മളിൽ എന്താണെന്നറിയോ? നമ്മൾ കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളാണ്. മനസ്സിലാക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന പ്രമാണത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. പല ആളുകളും ദൈവത്തിൽ പഠിക്കുന്ന പരിശുദ്ധാത്മേഷത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അവർ ആത്മനിലവിലുള്ള ആരാധനകൾ പല കൂട്ടായ്മകളും കാണുന്നില്ല, അല്ലെങ്കിൽ പല നിലവാരത്തിലുള്ള ആരാധനകൾ നടക്കുന്നത്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു വിശുദ്ധ കൂട്ടരാണ് നമ്മൾ, അല്ലെ? നമുക്കൊരു പ്രമാണമുണ്ട്, നമുക്കൊരു നിയമങ്ങളുണ്ട്. ആ നിയമത്തെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, അല്ലെ? എത്രയോ പ്രിയപ്പെട്ടവർക്ക് കേൾക്കുന്ന വചനത്തെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത ഒരു ലോകത്തായിരിക്കുമ്പോൾ ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ പ്രാക്ടീസ്. മനസ്സിലായോ? നിങ്ങൾ ഒരുപക്ഷെ ക്യാമ്പിലുള്ള ആളുകൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമോ അവസരവും കാണുന്നില്ല. പക്ഷെ ആരാധനയ്ക്കായ ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാവും ഇവിടെ കാണാൻ ഒന്നുമില്ല, ഇവിടെ ഒരു ചെറിയ ഹോളിലാണ്, നമ്മളെ ഇടതുവലതിരിക്കുന്നവരെല്ലാം ഇവിടെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ദൈവത്തെ ആരാധിക്കാനുള്ള സമയം എന്ത് ചെയ്തു? ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. നിങ്ങൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ആത്മശക്തിയോടാണ് ദൈവത്തെ ആരാധിച്ചത്. മനസ്സിലായോ? ഈ ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു ദൈവ സാന്നിധ്യവും മാത്രമല്ല നമ്മളെതിരെ നിൽക്കുന്ന ഏതൊക്കെ ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്തു? ആത്മശക്തിയാൽ തകർക്കാൻ കഴിയും. നമ്മുടെ പിതാക്കന്മാർക്കൊന്നും വലിയ തിയോളജികളൊന്നും അറിയുന്നില്ല, അവർക്ക് ബേസിക് ദൈവവചനം അവർ പഠിച്ചു. പക്ഷെ അവർക്കത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളെക്കാൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ അനുഗ്രഹപ്പെട്ട കുടുംബം ആയിരുന്നു നമ്മുടെ മാതാപിതാക്കൾ, അല്ലേ? ഇന്ന് 2-3 കുഞ്ഞുങ്ങളുണ്ട്. പണ്ട് കുഞ്ഞുങ്ങൾ കൂടുതലായിരിക്കും, ഒരുപക്ഷെ സാമ്പത്തികമായി വലിയ ഉയർച്ചയില്ല, പകലന്തിയോളം ശാരീരികമായ അധ്വാനം കഴിഞ്ഞിട്ടാണ് ആരാധനയ്ക്ക് വന്നത്, അല്ലേ? പണ്ടത്തെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ എങ്ങനെ പകലത്തെ അല്ലെങ്കിൽ പാടത്തും പറമ്പത്തും പണി ചെയ്ത് വൈകിട്ട് ചൂട്ടും കത്തിച്ചുകൊണ്ട് ആരാധനയ്ക്ക് പോകും, അല്ലെ? കിലോമീറ്റർ നടന്ന്, അല്ലെ? ഓർമ്മയുണ്ടോ? ചൂട്ടും കത്തിച്ചുകൊണ്ട് ആരാധനയ്ക്ക് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അല്ലെ? ആ വീട്ടിലെ ആഹാരം ഉണ്ടെന്നുകൊണ്ടൊന്നുമില്ല അവിടെ നിന്ന് വീട്ടിൽ പോയത്, അല്ലെ? ഇന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുമ്പോൾ ആ വീട്ടിലെ ഗൾഫുകാരുടെ വീട്ടിലാണെങ്കിൽ ബിരിയാണി ഉണ്ടോ, അല്ലെങ്കിൽ പല കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പണ്ടെന്ത് ചെയ്തു? ഇതൊന്നുമല്ല ചിന്തിക്കുന്നത്. അവിടെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു മാതാപിതാക്കൾ നമുക്കുണ്ടായിരുന്നു, അല്ലേ? അവരെ ആരാധിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങൾ ഗൾഫിൽ പോകാൻ വേണ്ടി, അമേരിക്കയിൽ പോകാൻ വേണ്ടി, ഹയർ സ്റ്റഡീസിന് വേണ്ടി യൂറോപ്പിൽ പോകുന്ന ഒന്നും അവർക്ക് ചിന്തയില്ലായിരുന്നു.
അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. അവർ ആത്മാവിൽ ആരാധിച്ചപ്പോൾ ദൈവം നമ്മുടെ മാതാപിതാക്കളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു അല്ലേ? ഈ പട്ടണത്തിലായിരിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം ചിന്തിക്കുക, നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല ഇവിടെ ആയിരിക്കുന്നത്. നമ്മളെക്കാൾ യോഗ്യതയുള്ളവർ ഈ പട്ടണത്തിലുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മളെക്കാൾ കഴിവുള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ ആരോഗ്യമുള്ള ആളുകളുണ്ട്. പക്ഷേ നമ്മളെ ദൈവം നിലനിർത്തുന്ന ദൈവത്തിന്റെ കരുണയാണ്. രാത്രിക്കാലം വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ കഴിവിലല്ല ആശ്രയിക്കേണ്ടത്, പകരം എന്ത് ചെയ്തു? ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി നമ്മൾ തീരുമാനമിടയാകട്ടെ. അപ്പം ഈ ലോകത്ത് എന്ത് ചെയ്തു? ഇന്ന് സമാധാന സ്വസ്ഥതയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് പണമുണ്ട്, അല്ലെങ്കിൽ നല്ല, നമ്മുടെ കേരളത്തിന്റെ ഏത് ഗ്രാമത്തിൽ പോയാലും 2 നില വീടുണ്ട് അല്ലേ? എല്ലാ വീടുകളും ഇന്ന് നാട്ടിൽ കാണുന്ന പല മരണത്തിന്റെ കാണുമ്പോൾ അവരുടെ വീടൊക്കെ കാണുമ്പോൾ 2 നിലയുള്ള വീട്. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ 4-5 പേരെ കൊന്ന ആ വീടൊക്കെ കണ്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൂടിലുള്ളത് ചെറിയ അല്ലെങ്കിൽ പ്രാരാബ്ദമുള്ള ഭവനം മാത്രമല്ല, അവർക്ക് ഇതാണ് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പുറമേ നോക്കുമ്പോൾ എന്ത് ചെയ്തു? മനോഹരമായുണ്ട്. പക്ഷെ അകത്ത് എന്ത് ചെയ്തു? സമാധാനം, സ്വസ്ഥതയില്ല. മനസ്സിലായോ? അവർക്ക് ആരോഗ്യമുള്ളവരാണ്, പക്ഷെ എന്താ മാനസികമായ ബലമില്ല. അവർക്ക് പ്രശ്നത്തെ കാണുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ അവർക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ഉദ്യോഗസ്ഥയായ പെൺകുട്ടി പിന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അതെന്ത് ചെയ്തു? ആ പയ്യൻ മാറുന്നു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? പോയി ആത്മഹത്യ, ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു അല്ലേ? പക്ഷെ ഇതൊന്നും പണ്ട് നമുക്ക് എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ചെറിയ വിഷയം, ഇതൊക്കെ ചെറിയ വിഷയമാണ്. ആ ചെറിയ വിഷയത്തിന് മരണമെന്ന ഉള്ള ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുക എന്ന് പറഞ്ഞൊന്നും എന്ത് ചെയ്തു? കേട്ടിട്ടില്ലായിരുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഫിസിക്കലി അവർ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, പക്ഷേ അവർ മെന്റലി വീക്കായ തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? മാനസികമായി തകർന്നിരിക്കുന്നു. ദൈവ പൈതൃകൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യവും നിങ്ങളുടെ പണപരമായ വിഷയമൊന്നും അല്ല, നമ്മുടെ അകത്തുള്ള ഒരു ബലമാണ് നമ്മളെ നിലനിർത്തുന്നത്. മനസ്സിലായോ? മറ്റുള്ളവരെ പോലെ ആത്മഹത്യ ചെയ്യാനും ജീവിതം അവസാനിപ്പിക്കാനും എന്ത് ചെയ്തു? നമ്മുടെ മുമ്പിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവമക്കൾ ആത്മഹത്യ ചെയ്യുന്നില്ല? ദൈവമക്കൾ ഒരു പ്രശ്നത്തിൽ അതുകൂടെ അവസാനിക്കുന്നതിന് കാരണം എന്താ? മനസ്സിലായോ? അത് തിരിച്ചറിയണം. കാരണം ഇന്നും ഈ പ്രശ്നങ്ങൾ ദൈവസഭകളിൽ പോലും എന്ത് ചെയ്തു? മാനസിക രോഗികളുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, അനേക ബന്ധനത്തിലായിരിക്കുന്ന ചിന്താഗതികളുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ ദൈവമക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പല പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കാണും. പക്ഷെ ഒരു ദൈവ പൈതൽ അതിനെ അതിജീവിക്കാൻ ആവശ്യമായ ഒരു ആത്മശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? മറ്റുള്ളവർ കാണുന്ന പോലെ പ്രശ്നത്തിൽ അതോടുകൂടി അവസാനിച്ചു എന്ന് കരുതുന്നതല്ല ദൈവമക്കളുള്ളത്. എന്നോട് ഞാൻ പറയുന്നു, ദൈവമക്കൾ ആത്മഹത്യ ചെയ്യുന്നില്ല. ദൈവമക്കൾ മരണമെന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കുക, ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞൊരു വാക്ക് പറയരുത്. ആത്മഹത്യ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടെങ്കിൽ ഇതോടെ അവസാനിച്ചു എന്നൊന്നും പറയരുത്. പകരം ദൈവമക്കൾ ഈ പുറമേ ഉള്ള കണ്ട് അതിനെ വെച്ച് കണക്കൂട്ടുന്ന ആളുകളല്ല നമ്മളുള്ളത്. ചില ആളുകൾ സാമ്പത്തികമായ കടം വന്ന ഉടനെ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാണുന്ന എന്നതിന്റെ നിലയിൽ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും. പക്ഷേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, ദൈവമക്കളായ ആളുകൾ പുറമേയുള്ള എന്ത് പ്രശ്നം വന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ ഒരു ദൈവകൃപ നമ്മുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഒടുവിൽ കർത്താവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൽ. ഇന്ന് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്ന് കർത്താവിലുള്ള ആശ്രയം കുറഞ്ഞു, പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളൊക്കെ ഏറ്റവും വലിയ പരിഗണന കൊടുത്തത് ദൈവമക്കൾ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കണം. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് ഈ ചെറിയൊരു കൂട്ടായ്മയാണെങ്കിൽ നിങ്ങൾ എല്ലാ ക്ലാസ്സും മിക്ക ക്ലാസ്സുകളും ഞാൻ കണ്ടു. പക്ഷേ നിങ്ങൾ ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും നിങ്ങൾ കാണിക്കുന്ന പരിഗണനകൾക്ക് അല്ലെങ്കിൽ പ്രാധാന്യത്തിന് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങളെ 1000-1000 കൊടുത്ത് ഫീസുള്ള CBSE വലിയ സ്കൂളിലൊക്കെ വിടുമ്പോൾ ഇന്ന് ദൈവവചനം പഠിപ്പിക്കാൻ എന്ത് ചെയ്തു? പല മാതാപിതാക്കൾക്ക് താല്പര്യം. മനസ്സിലാകുന്നു? പക്ഷെ ദൈവവചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ദൈവവചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിന് മാതാപിതാക്കൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ തലമുറകൾക്ക് മനസ്സിലാവും. കാരണം ഈ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന, മനപ്പാഠം വായിക്കുന്ന അല്ലെ പഠിക്കുന്ന ആ മെമ്മറി വേഴ്സ് ആണ് നിങ്ങളെ ബലപ്പെടുത്തുന്നത്. മനസ്സിലായി? ഒരു ബൈബിൾ നമ്മുടെ സ്കൂളിൽ വേറെ നമ്മൾ പഠിച്ചത് എന്ത് ചെയ്തു? യഹോവ എന്റെ ഇടയനാകുന്നത് എനിക്ക്
നമുക്കറിയാം അല്ലേ, ലോഡീസ് മേ ഷേപ്പ് ഐശ്വര്യ. അപ്പം ആ ചെറിയൊരു വാക്യം, പക്ഷേ ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ വാക്യം നമുക്ക് ഓർക്കും, എന്ത് ചെയ്തു, യഹോവ എന്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്ക് ഉണ്ടാകുകയില്ല അല്ലേ. അത് ധ്യാനിക്കാൻ, മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ആ വാക്യങ്ങൾ എങ്ങനെ തോന്നും, അത് ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറ്റും അല്ലെ. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായ പ്രമുഖം രക്ഷിച്ചില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ വരുമ്പോൾ ഈ ദൈവം അതിന് എന്ത് ചെയ്തു, നമ്മളോട് സംസാരിക്കും. അതിനെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇന്ന് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്നൊരു കാര്യം, പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന ഈ വചനം ഈ ഹോളിന്റെ അകത്തോട് മാത്രമല്ല, ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഏത് പ്രശ്നം കടന്നു വന്നാലും ഒരു ദൈവമക്കൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് അതിന്റെ അകത്ത് ദൈവിക വിടുതൽ അനുഭവിക്കാൻ കഴിയും. മനസ്സിലായോ? നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരു പ്രശ്നം വരുമ്പോൾ അത് അവസാനിച്ചു അല്ലെ, ഇതോടുകൂടി പോയി എന്നല്ല കരുതുന്നത്. പക്ഷെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ദൈവം എന്നെ അറിയുന്നു, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഒരു അടിസ്ഥാനപരമായ ഒരു ദൈവത്തിൽ മനസ്സിലാക്കണം. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുന്നില്ല. മനസ്സിലാക്കേണ്ടത്, ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യമുള്ള ദൈവം ഇവിടെ കൊണ്ടുണ്ടോ, ഒടുവിൽ കർത്താവിലും എന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. എന്ത് ചെയ്തു? ദൈവാശ്രയമുള്ള ആളുകളാണ്. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പകരം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പറഞ്ഞു തരും, കർത്താവെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു അല്ലെ. അപ്പൊ ദൈവമായിട്ട് ഞാൻ പറഞ്ഞു ഇന്റിമസി അല്ലെ. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവുകളുള്ള ഒരു വ്യക്തി ബന്ധം പോലെ, സ്നേഹം പോലെ ആ ഇന്റിമസിയാണ് അവരെ ആ കുടുംബജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അവരുടെ രോഗമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കും, എന്തുണ്ടെങ്കിലും എന്ത് ചെയ്തു, ആ ബന്ധങ്ങളെ നിലനിർത്തുന്നത് ആ ഇന്റിമസി അല്ലെ, ആ ബന്ധമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവമായുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്തു, അടിസ്ഥാനപരമായ ഒരു ബന്ധം എന്ത് ചെയ്തു ഉണ്ടായിരിക്കണം. ദൈവം അറിയാതെ എന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. എനിക്ക് കർത്താവിനെ സ്നേഹിക്കണം, വ്യക്തിപരമായ ആ ബന്ധം ഉണ്ടാകട്ടെ അല്ലെ. എപ്പോഴും നമ്മൾ വായിക്കുന്നത് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ആർക്കും നമ്മളെ തകർക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്നത്തെ തലമുറയായ ദൈവമക്കൾ പോലും എന്ത് ചെയ്തു, ഒരു പ്രശ്നത്തിൽ അയ്യോ കർത്താവ് തന്നെ തള്ളികളാണ്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ഒത്തിരി ചോദ്യമായി നിൽക്കും. പക്ഷേ ദൈവമക്കൾക്ക് വേണ്ട ചിന്ത എന്ന് പറയുന്നത്, ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. മനസ്സിലായോ? അപ്പം ഈ ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞ കാലം നാളത്തേക്കാൾ കൂടുതൽ ഒരു വ്യക്തിപരമായ ദൈവമായ ഒരു ബന്ധം കുറച്ചുകൂടെ കൂട്ടുന്ന ദിനങ്ങളാകട്ടെ അല്ലെ. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് വസിക്കുക എന്നാ പറയുന്നത് അല്ലെ. ഒരാളോട് ചേർന്ന് വസിക്കുമ്പോൾ അവരെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അല്ലെ. പല ആളുകളോട് ഇടപെടുന്ന പോലെ ദൈവവുമായി ചേർന്ന് വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും, കുറച്ചുകൂടെ ആ സ്നേഹം കൂടുവാനിടയാണ്, കുറച്ചുകൂടെ ഇന്റിമസി കൂടുവാനിടയാണ്. ആ വ്യക്തിപരമായ ബന്ധമാണ് നമ്മളെ ദൈവവുമായ ആ ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ കടത്തിൽ നിന്നിരിക്കുന്ന ആളുകൾക്ക് പാസ്റ്റർ നിർബന്ധിച്ചുകൊണ്ട് ഈ മീറ്റിംഗിൽ വന്നെന്ന് ഞാൻ കരുതുന്നില്ല. പലർക്കും ജോലി കഴിഞ്ഞ് വേഗത്തിൽ കൂടി വന്ന് എന്തുകൊണ്ടാണ് ദൈവവുമായ ഒരു ബന്ധത്തിൽ അല്ലെ. ഈ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ എന്താണ് പാസ്റ്റർ ഇങ്ങനെ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഡിക്ലെയർ ചെയ്തു, എന്നാൽ അതിനുവേണ്ടി ഉപവസിക്കുന്നല്ലോ അല്ലെ. പകരം എന്ത് ചെയ്തു, ദൈവമായ ബന്ധത്തെ കൂട്ടി ഉറപ്പിക്കുന്ന ദിനങ്ങളാണ്. അത് കാണാൻ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് അല്ലെ. ഇന്ന് പലപ്പോഴും സാമ്പത്തിക വിഷയങ്ങൾ അല്ലെങ്കിൽ ജോലി ഇതിലൊക്കെ ആശ്രയം വരുമ്പോൾ ഒരു ദൈവമക്കൾ ഞാൻ പറയുന്നു, അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവാശ്രയമായി ഉള്ളവരായി. ഞാൻ പറഞ്ഞ പോലെ ശാരീരികമായി നമ്മൾ പറഞ്ഞ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക വലിയ വണ്ണവും അല്ല, ആരോഗ്യത്തിന് അടിസ്ഥാനം ഒന്നുമല്ല അല്ലെ. ഉദാഹരണം ഒരു കാറ്റ് എവിടെയെങ്കിലും പോയാൽ ഉടനെ പനി പിടിച്ച് കിടക്കുന്നത് അത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ആരോഗ്യമൊന്നും പുറമേ ഉള്ളതല്ല. പകരം എന്ത് ചെയ്തു, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതിനെ അതിജീവിക്കാൻ ആവശ്യമായ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചാൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയും അല്ലെ. ഇന്ന് പലപ്പോഴും ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ടവരായി മാറും. ഒരു ഉപദേശം കേൾക്കുമ്പോൾ ദുരുപദേശമായിക്കോട്ടെ, വേറെ ചിന്തയായിക്കോട്ടെ, ഉടനെ എന്ത് ചെയ്തു, നമ്മുടെ കാറ്റിനാൽ അലഞ്ഞൊഴുകുന്ന ശിശുക്കളാണ് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു കേൾക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്തു, അങ്ങ് വാടി തളർന്നു പോകുന്ന ആളുകളല്ല ദൈവമക്കൾ. അപ്പൊ അവർ എന്ത് ചെയ്തു, ദൈവത്തെ
ആശ്രയമുള്ള ഒരു ദൈവവൈതൽ എന്ത് ചെയ്തു? ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നവരായി മാറുന്നു. അടുത്ത നമ്മൾ വായിക്കുന്നത് എന്ത് ചെയ്തു? ഒടുവിൽ കർത്താവിന് അവന്റെ അമിത ബലത്തിലും എന്ത് ചെയ്തു? ശക്തിപ്പെടണം. അടുത്തത് അതുകൊണ്ട് എന്ത് സംഭവിക്കും? അടുത്തത് പിശാചിന്റെ തന്ത്രങ്ങളോട് അപ്പൊ ഇത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണ്. ഇന്റിമസി, ദൈവത്തോടുള്ള ഇന്റിമസിയും ദൈവത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ കൂടുതൽ ശക്തിപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷനാണ് ദൈവമക്കളിൽ കിട്ടുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ തലമുറയിലുള്ള ദൈവമക്കൾ പലയിടത്തും നമ്മൾ കാണുന്നത് ദൈവവചനത്തിലുള്ള വായന, ദൈവ ആശ്രയം, ദൈവവചനത്തോടുള്ള ഇഷ്ടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ അവരുടെ സിലബസ് നമ്മൾ പഠിച്ച സിലബസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. 10ാം ക്ലാസ്സിലെ സിലബസ് നമ്മൾ പഠിച്ച സിലബസാണ് ഇവർ പഠിക്കുന്നത്. പല പുസ്തകവും നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുക, ഈ കുട്ടികൾ ഇതൊക്കെ പഠിക്കുമോ എന്നൊക്കെ ചിന്തിക്കും നമ്മൾ. ഇവർക്ക് പറ്റാത്ത, അതുകൊണ്ട് CBSE, ICSE അല്ലെങ്കിൽ എത്രത്തോളം ടഫ് സിലബസ് ഉള്ള സ്കൂളിലാണ് കുട്ടികളെ വിടുന്നത്. മനസ്സിലായി? ഈ 5ാം ക്ലാസ്സിലെയോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെയോ കുട്ടികൾക്ക് പണ്ട് ഡിഗ്രി പഠിക്കുന്ന നിലയിലുള്ള സിലബസുകളാണ് ഇവർക്ക് കൊടുക്കുന്നത്, അല്ലെ? അത് നമ്മൾ വായിച്ചിട്ട് മക്കളെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല, അല്ലെ? 10ാം ക്ലാസ്സിലെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മാത്സോ അല്ലെങ്കിൽ സയൻസോ ഉള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മള് കുട്ടികളോട് പറയത്തില്ല, എടാ ഇത് ഞങ്ങൾ പഠിച്ച സമയത്ത് ഇല്ലായിരുന്നു, അല്ലെ? അപ്പൊ സിലബസ് എന്ത് ചെയ്യും? കുറച്ചുകൂടെ ടഫായ കുഞ്ഞുങ്ങൾ കൊടുക്കുക, ശരിയല്ലേ? അതിനർത്ഥം ഇതിന്റെ പിന്നിലുള്ള ഇതിന്റെ സിലബസ് എടുക്കുന്ന ആളുകൾ മനസ്സിലാക്കി ഇവർക്കത് പറ്റും, അല്ലെ? ഈ ലോഡ് താങ്ങുമെന്ന് പറയുന്നതുകൊണ്ടല്ലേ ആ സിലബസ് കുറച്ചുകൂടെ കൊടുക്കുന്നത്, അല്ലെ? ഇപ്പൊ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള അഡ്വാൻസ് കോഴ്സുകൾ ഇവർക്ക് അറിയാം, അല്ലെ? അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആ നിലവാരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്തിലുള്ള അഡ്വാൻസ് നിലയിലേക്ക് പോയിട്ടുണ്ടോ, അല്ലെ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എല്ലാ ചർച്ചകൾക്കും സൺഡേ സ്കൂളുണ്ട്. ഈ സൺഡേ സ്കൂളിലെ സിലബസുകൾ ഓരോ വർഷം കഴിഞ്ഞ് അപ്ഡേറ്റഡ് ആണോ? നമ്മൾ വിചാരിക്കും ലോകത്തുള്ള നോളജ് പോലെ അല്ലല്ലോ ദൈവവചനത്തിൽ മാറ്റം സംഭവിച്ചത്. പക്ഷേ ആ കുട്ടികൾക്ക് കുറച്ചുകൂടെ അടിസ്ഥാനപരമായ കുറച്ചുകൂടെ കാര്യങ്ങൾ, ഉദാഹരണം 10ഉം 12ഉം വരെയുള്ള കുട്ടികൾ അത്യാവശ്യം ഒരു ബൈബിൾ കോളേജ് പഠിക്കുന്ന പോലെ ഒരു അടിസ്ഥാനപരമായ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിച്ചു വരണം. അതാണ് അതിന്റെ ഉദ്ദേശം, അല്ലെ? പക്ഷെ എപ്പോഴും നമ്മുടെ നാട്ടിൽ തറ പറ പന എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴും ലളിതമായ ക്ലാസ്സുകളും സിലബസുകളാണ് കൊടുക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു സ്പിരിച്വൽ വാർഫെയർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആത്മീയ പോരാട്ടം, ആത്മീയ പോരാട്ടം എന്ന ആ വിഷയങ്ങൾ ദൈവമക്കൾ മനസ്സിലാക്കണം. എങ്ങനെയാ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളല്ല, ഒരു വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. അതിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുന്നത്? മനസ്സിലായി? ഈ ആത്മീയ പോരാട്ടമുള്ള ഈ നമ്മുടെ കളിക്കളത്തിലല്ല, ഒരു യുദ്ധക്കളത്തിലാണ് ദൈവമക്കളെ ആത്മീകരിക്കുന്നത്. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്തു? അതിലുള്ള പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് പലപ്പോഴും പിശാചിന്റെ തന്ത്രങ്ങൾ മനസ്സിലാകാതെ അവന്റെ കെടിയിൽ വീഴുമ്പോൾ, അത് ദൈവമക്കൾ വീഴുമ്പോൾ, ഇന്ന് രാത്രിക്കാലം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരു മണിയൂടെ ദൈവത്തോട് അടുക്കുവാൻ, അവന്റെ ശക്തി തിരിച്ചറിയുവാൻ, അവന്റെ ബലം തിരിച്ചറിയുവാൻ, ഒരു ആത്മശക്തി തിരിച്ചറിയുന്ന തീരുമാനമാകട്ടെ. എങ്ങനെയാണ് പിശാചിന്റെ തന്ത്രങ്ങൾ? പൊരുതലേഖനം വായിക്കാൻ അവരുടെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. പലപ്പോഴും എന്ത് ചെയ്തു? ആ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ ദൈവസഭകൾ പോലും പലപ്പോഴും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായ വിഷയങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഈ ഇന്റിമസി നഷ്ടപ്പെടുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ? ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ എഫെസോസുള്ള സഭകൾക്ക് വായിക്കുന്ന 7 സഭയ്ക്ക് എന്താ പറയുന്നത്? നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു, അല്ലെ? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, അല്ലെ? ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തെ അറിയുന്ന സമയത്തുള്ള ആ സ്നേഹമുണ്ടോ ഇപ്പോഴും വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെ? ഞാൻ ചോദിക്കുന്നത്, കർത്താവിനെ അറിയുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ദൈവവചനങ്ങൾ അറിഞ്ഞിട്ടാണ് ദൈവത്തെ സ്നേഹിച്ചത്? ആണോ? അല്ലെ? നമ്മൾ ഇന്ന് അറിയുന്ന ദൈവവചനത്തിന്റെ അത്രയും അറിവ് പണ്ടില്ലായിരുന്നല്ലോ, അല്ലെ? ശരിയല്ലേ? നമ്മൾ ഇത്ര ആ സമയത്ത് എന്ത് ചെയ്തു? ആഴമേറിയൊരു സ്നേഹം നമുക്കുണ്ടായിരുന്നു. മനസ്സിലായോ? നമ്മൾ കൂടുതൽ പഠിച്ചു വരുമ്പോൾ ഈ അന്നത്തുള്ള സ്നേഹത്തിന്റെ ആ സ്നേഹം ഇന്നുണ്ടോ? മനസ്സിലായി? ഇനി 7 സഭകൾക്ക് ലവോദിക സഭയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്തു? ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതോഷ്ണവനായി എന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പറയുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവവചനമാണോ അല്ലയോ എന്ന് എന്ത് ചെയ്തു? ദൈവത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ആത്മീയ
ഒരു വല്ലാത്ത ഒരു ഉഷ്ണമാനമല്ല ശീതമാനമല്ലാത്ത ഒരു ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവേദനാണ് ഒരു ചർച്ച വരുന്ന ദൈവവേദന. ഇതിന്ന് വെളിയിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്തു? ലോക മനുഷ്യനെ പോലെ മാറുന്ന സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ. അവരുടെ മുമ്പിലൊക്കെ ദൈവം വായിക്കുന്ന അവരുടെ മുമ്പിൽ എന്ത് ചെയ്തു? മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവകൃപയെ പറഞ്ഞറിയിക്കേണ്ട ആളുകൾ പലപ്പോഴും അവിടെ പരാജയപ്പെട്ടു പോകുന്നു അല്ലെ. ആ ലവോദിക്ക സഭയിൽ നമ്മൾ വായിക്കുന്നത് അവർക്ക് പണമുണ്ട്, അവർ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയെങ്കിലും അവിടെ നമ്മൾ താഴെ വായിക്കുന്നത് ഞാൻ വാദത്തിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ കർത്താവ് അവിടെ വാതിൽ പുറത്താ എന്ന് പറഞ്ഞാൽ കർത്താവില്ലാത്തൊരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ചോദിക്കുന്നത്, പണ്ട് നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്. കർത്താവേ എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എങ്ങനെ, ഈ ലോഡ് അടയ്ക്കുന്ന എങ്ങനെ, അല്ലെങ്കിൽ ഈ ബാധ്യത എങ്ങനെയാണ്, അവരുടെ ഭാവി എങ്ങനെയാണ് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് മറ്റുള്ളവർക്ക് ദീർഘവീക്ഷണം നമുക്കുള്ളത്. നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യും? പണ്ടത്തുള്ള ബാധ്യതകൾ പോലൊന്നും ഇല്ല. പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പഠിപ്പിക്കും പറഞ്ഞത്, എടാ നീ എന്തെങ്കിലും ജോലി കിട്ടണമെങ്കിൽ കുഞ്ഞുങ്ങളെ കൂടെ നോക്കാൻ അല്ലേ, നീ എന്നെ നോക്കണമെന്നൊക്കെ കുഞ്ഞുങ്ങൾ മാറാം. ഇന്ന് മക്കളോട് പറയുന്നത് അറിയാം, എടാ നീ നിന്റെ കാര്യം നോക്കണം അല്ലേ. പിന്നെ അവരോട് പറയാം, അവർക്ക് അമ്മമാരെ കെട്ടിക്കണ്ട, വീട് വെക്കണ്ട, ബാധ്യതകളൊന്നുമില്ല. അവരോട് പറയുന്നൊരു വാക്ക് നമ്മൾ പറഞ്ഞു വരുന്നത് എന്ത് ചെയ്തു? എടാ നീ നിന്റെ കാര്യമെങ്കിലും അത് നോക്ക് എന്ന് പറഞ്ഞാൽ അവരെ ഒരു സ്വാർത്ഥരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലേ. നമ്മൾ അറിഞ്ഞു പറയാനേ പറയുന്ന അല്ലേ. പക്ഷേ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഉത്തരവാദിത്തങ്ങളില്ല എന്ന നിലയിലേക്ക് ഒരു വ്യക്തിപരമായി ഇന്ന് നമ്മൾ കാണുന്നത് ദൈവമക്കൾ പോലും മറ്റുള്ള ആളുകൾ പോലും ലോക വിഷയത്തിൽ ഒത്തിരി സന്തോഷിക്കുന്ന ആളുകളായി മാറും. പിശാച് പല രീതിയിൽ തന്ത്രങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ആ ആത്മീയ സന്തോഷം ഇന്ന് നമുക്കുണ്ടോ അല്ലെ? ഉപവാസ പ്രാർത്ഥന പ്രാരംഭ ദിനങ്ങളിൽ ചില നിമിഷങ്ങൾ വരുമ്പോൾ ഞാൻ ലളിതമായ ചില കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ആദ്യ സ്നേഹം നമുക്കുണ്ടോ? ആദ്യ സ്നേഹം നമുക്കുണ്ടോ? ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ദൈവമായൊരു ബന്ധം ഉണ്ടായിരിക്കും, ദൈവമായൊരു ബന്ധം. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുന്നവർ എങ്ങനെ തിരിച്ചറിയുന്നത്? അല്ലെ, അവർക്കുള്ളത് അവർ ദൈവത്തിന്റെ ആഴമേറിയ ദൈവവചനത്തെ കുറിച്ചുള്ള ബോധ്യവും പരിശുദ്ധാത്മാവിനുള്ള ആരാധനയും ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യും? ആ പിശാചിന്റെ തന്ത്രങ്ങളെ അതിജീവിക്കാൻ കഴിയും അല്ലെ. ഒരു പ്രസംഗത്തിന്റെ ചാതുര്യത്തിലല്ല ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. നിങ്ങൾ ദൈവാത്മാവിൽ വിധേയപ്പെടുമ്പോഴാണ് ആ ശുശ്രൂഷകൾക്ക് വിടുതൽ നടക്കുന്നത്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ദൈവദാസന്റെ ശുശ്രൂഷകന്റെ ഒരു ടെസ്റ്റ് കൂടി ഞാൻ കേൾക്കുകയാണ്. എന്റെ മുമ്പിൽ ഞാൻ ആ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ആ ദൈവാസം പറഞ്ഞൊരു കാര്യം, നോർത്ത് ഇന്ത്യയിലെ ഒരു ഉൾഗ്രാമത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ കടന്നുപോയി. ആ പ്രാർത്ഥനയ്ക്ക് അതിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്തുള്ള ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ ജടയിട്ട് ഒരു മനുഷ്യൻ ഈ ഹോളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇദ്ദേഹം വന്നിരുന്നപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ സഹിതം പാസ് ഇവരെന്തെങ്കിലും എന്തെങ്കിലും കാണിക്കാൻ പോവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സന്ദർഭം തന്നെ അങ്ങ് മാറി. കാരണം എല്ലാവരും പുള്ളിയെ ശ്രദ്ധിക്കുന്നു, പുള്ളി ഇങ്ങനെ കുഞ്ഞിരിക്കുക പ്രാർത്ഥനയ്ക്കിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇയാൾ നീ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ഇറങ്ങി പോവോ അല്ലെ പോണമെന്ന് ആഗ്രഹിച്ച് അവിടെ ഇങ്ങനെ എന്ത് ചെയ്തു ആ ചിന്തയിൽ ഇരിക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ ഇവരിങ്ങനെ ദൈവം പറഞ്ഞ ആരാധിച്ചോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യനെ കണ്ടില്ല, നോക്കി പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ അവരങ്ങനെ ചിന്തിച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കയറി വരും, മുടിയൊക്കെ വെട്ടിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കയറി വരും. ഇവർക്ക് ഭയങ്കര അതിശയമായി. ആ ദേവദാസൻ ഇവരോട് ഇദ്ദേഹത്തിനോട് ഇങ്ങനെ എന്ത് സംഭവിച്ചെന്ന് വരുമ്പോൾ ഈ ആരാധനയിൽ വന്നിരുന്നപ്പോൾ എന്ത് പൈശാചിക പൂരകൾ മറന്നു ഈ മനുഷ്യനെ സുബോധം തിരിച്ചു കിട്ടി. അദ്ദേഹം ഇറങ്ങിപ്പോയി മുടി വെട്ടി വസ്ത്രം ധരിച്ച് കയറി വന്നു. ഇവിടെ മാസ്റ്റർ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചില്ല, മനസ്സിലായി, ഭൂതത്തെ ഇറക്കിയില്ല. പകരം എന്ത് ചെയ്തു? ആത്മശക്തിയോടെ ആരാധിച്ചപ്പോൾ ദൈവിക വിടുതൽ ജനത്തിൽ സംഭവിച്ചെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിനെ ആരാധിക്കുന്ന ദൈവവേദന ഹല്ലേലൂയ. നിങ്ങൾ ആത്മശക്തിയോടെ ദൈവത്തിൽ ഹല്ലേലൂയ വായിക്കുന്നത് കർത്താവിന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുമ്പോൾ എന്ത് ചെയ്തു? നമ്മൾ അറിയാത്ത മേഖലയിൽ ദൈവിക വിടുതൽ സംഭവിക്കുക, മനസ്സിലായോ? ദൈവികമായ ചില രോഗശാന്തികൾ ഹല്ലേലൂയ, ചില ഭൂത ഹല്ലേലൂയ ചില ചിന്തകൾ ഹല്ലേലൂയ, മനസ്സിന്റെ പുറകോട്ട് വലിക്കുന്ന ചിന്തകളെ നെഗറ്റീവ് ചിന്തകളെ മാറി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. രാത്രികാലം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ മാനസികമായി ക്ഷീണിച്ചവർ പ്രാർത്ഥിച്ചു എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള നെഗറ്റീവ് ചിന്തയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാൽ ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയോടെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മൾ അറിയാത്തൊരു ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർക്കുവാൻ ഒരു ദൈവത്തിന്റെ ആത്മാവിന്
കഴിയും. ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും നമ്മൾ ആരാന്ന് നമുക്കറിയുന്നില്ലല്ലോ. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ആരാന്ന ഒരു ആദ്യത്തെ ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തെ, ഞാൻ നിങ്ങൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവകൃപയുള്ള, പരിശുദ്ധാത്മാഭിഷേകത്തിൽ ആരാധിക്കുന്ന ഒരു ദൈവവൈദ്യനാണ് നിങ്ങൾ വിശ്വസിക്കണം. കാരണം നിങ്ങളുടെ വാക്കിലൊരു ശക്തിയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ശക്തിയുണ്ട്. മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞാൽ സംഭവിക്കും. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലുണ്ട്. ഞാൻ ഒരിക്കൽ അഞ്ചലിലെ നമ്മുടെ ചർച്ചയിലുള്ള വിശ്വാസിയുടെ വീടിനടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്നെ അടുത്തുള്ള ഒരു ഹൈന്ദവ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ എന്ന് പരിചയപ്പെടുത്തി. അദ്ദേഹം വർഷങ്ങളായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ആരാധനയും പൂജയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. കർത്താവിനെ കണ്ടുമുട്ടി ദൈവസ്നേഹം മനസ്സിലാക്കിയ ആ മനുഷ്യന് ഗുജറാത്തിൽ ഒരു ടയർ ഷോപ്പ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അവിടെ പോകും. അവിടെ വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. ഒരു പ്രാവശ്യം അദ്ദേഹം ഗുജറാത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനെതിരെ അടുത്തുള്ള കടക്കാരൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കത് വലിയ മനസ്സിലാകുന്നില്ല. അപ്പം ഒരു പ്രാവശ്യം പുള്ളി അവിടെ പോയപ്പോൾ പുള്ളി റൂം ഇങ്ങനെ തൂത്തുവാരിയപ്പോൾ ഈ കടുക് പോലുള്ള ചില സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ. അപ്പോൾ പുള്ളി എങ്ങനെ ഇത് വന്നത് എന്നാ പറഞ്ഞ് പുള്ളിക്ക് ഒരു സംശയം വന്നത്. പുള്ളി അവിടെ പാസ്റ്ററെ വിളിച്ച് നാട്ടിലേക്ക് വിളിച്ചിട്ട് പാസ്റ്റർ ഇതുപോലെ ഞാനിങ്ങനെ ആ ഷോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കടുകൊക്കെ കണ്ടു. അപ്പൊ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കൂട്ടുകാരി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അതിനെടുത്ത് കളയാൻ. പുള്ളി നോർമൽ ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. നമ്മളെ വലിയ തിയോളജി എന്ന് പറയുന്നത്. പുള്ളി എന്ത് ചെയ്യുന്നു? എല്ലാം തൂത്തുകൂട്ടി പുള്ളി എന്ത് ചെയ്യുന്നു? യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അതിനെടുത്ത്. പിറ്റേ ദിവസം രാവിലെ പുള്ളിയോട് വന്നപ്പം അടുത്തുള്ള ഒരു ഹോട്ടലുകാരൻ മുതലാളി തൊഴിലാളി ഭയങ്കര അടി പോലീസുകാരൊക്കെ വന്നു. എന്നിട്ട് ഈ മനുഷ്യൻ അവിടെ ചെന്ന് പറഞ്ഞേ ഒരു സ്റ്റാഫ് പറയുമോ നിങ്ങൾക്കറിയാവോ ഈ മനുഷ്യൻ അവരോട് പറഞ്ഞു നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ടതൊക്കെ പറഞ്ഞു. ഇങ്ങനെ അവരെ മധ്യസ്ഥ അടയ്ക്കാൻ വന്നപ്പോൾ ഈ ഒരു സ്റ്റാഫ് ഇയാളോട് പറയാമോ നിനക്കറിയാവോ നിനക്കെതിരെ അവരെന്തൊക്കെ പൂജ ചെയ്തെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം തന്നെ നിന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ഇപ്പൊ പൂജ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിന്റെ അകത്ത് കാര്യങ്ങൾ മനസ്സിലാകും. മനസ്സിലായോ? അപ്പം തലേന്ന് തൂത്തുകൂട്ടി യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് കടന്നപ്പോ ഈ മുതലാളി എന്ത് ചെയ്തു? ഇവരോട് ചേർന്ന് ഇവർ മാറിക്കഴിഞ്ഞാൽ ആ ഷോപ്പ് കൂടെ കിട്ടുന്നത് ഒന്നുകൂടെ കമ്പനി അല്ലെങ്കിൽ ആ ഷോപ്പ് വികസിപ്പിക്കാൻ നിൽക്കുമ്പോ ദൈവം ഇടപെട്ടോ. മനസ്സിലായോ? യേശുവിന്റെ നാമത്താലുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൽ ആരാധന നമുക്കറിയാമോ ഇതിന്റെ ശക്തി. എന്നാൽ ഇന്ന് രാത്രി കഴിഞ്ഞ ദൈവങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ അറിയത്തില്ല ഏതെങ്കിലും ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ അതിനെതിരൊന്നും ചെയ്യേണ്ട. പകരം ചെയ്തു നിങ്ങൾ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചാൽ മാത്രം. ഇന്ന് രാത്രികാലം ആരാധിക്കുന്ന ആത്മാവിൽ ആരാധിക്കുമ്പോൾ ശത്രുവിന്റെ സകല പ്രവൃത്തികളെ അതിജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ ഒരു ദൈവവേദന കിട്ടും. മനസ്സിലായോ? നിങ്ങളുടെ കമ്പനി ചിലർ പറഞ്ഞ കമ്പനിയിലൊക്കെ ഇപ്പൊ ഭയങ്കരമായ പാരകൾ അല്ലെ നന്നായിട്ട് പറഞ്ഞു അല്ലെ ഒരാൾക്കെതിരെ പറയുകയും നമ്മളെ ഓടിച്ചു കളയാനൊക്കെ ശ്രമം നടക്കുന്നു. നിങ്ങൾ അവർക്കെതിരെ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് അവർക്കെതിരെ പ്രാർത്ഥിക്കുകയും വേണ്ട. പകരം എന്ത് ചെയ്യും? നിങ്ങൾ ഉള്ള ദൈവകൃപ കൂട്ടിയാൽ മാത്രം മതി. മനസ്സിലായോ? നിങ്ങൾക്കെതിരെ നിങ്ങൾ ആർക്കും തകടെടുക്കാനോ അത് കുടിച്ചിടാനോ അത് ആരെനിക്ക് വേണ്ടി ചെയ്തു ആരെ തപ്പിപ്പോണ്ട. പകരം എന്ത് ചെയ്തു? നിങ്ങൾ ആത്മശക്തിയോട് ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്, ഒരു ദൈവകൃപയുണ്ട്. അവനെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതിനെതിരെ അതിജീവിക്കാൻ ആവശ്യമായ ഒരു ദൈവകൃപയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ പല ദൈവസംബന്ധം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ അവരെ തലകൈ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്തു? അവർക്കെതിരെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും ദൈവം അതിനെ അതിജീവിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന കൗൺസിലിങ്ങിനേക്കാളും അല്ലെ ഡോക്ടർമാരെക്കാളും അല്ലെ മറ്റുള്ള വിഷയങ്ങളെക്കാളും ഉപരിയാണ് ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ. നമ്മൾ പറയുന്നു ദൈവവചനത്തെയും പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് പ്രാധാന്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നാളിൽ നമ്മുടെ മാതാവ് അല്ലെ കാത്തിരിപ്പ് യോഗം നമ്മൾ നടത്തി, ഉപവാസ പ്രാർത്ഥന നടത്തി, നമ്മളെ ഇങ്ങനെ ആത്മാവിൽ ഒരുക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് കല്യാണാലോചന നടക്കുമ്പോഴും ഈ പ്രായമുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ടാണ്, സ്നാനപ്പെട്ടാണ്, അഭിഷേകം പ്രാപിച്ചതൊക്കെ ചോദിക്കുമല്ലോ അല്ലെ? ആരെങ്കിലും ചോദിക്കുന്നു. പകരം ആ
IELTS ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോകുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായ കാര്യങ്ങളൊക്കെ ചോദിച്ചോ. പക്ഷേ നമ്മൾ പ്രഥമ വിഷയങ്ങൾ, പരിഗണനയുള്ള വിഷയങ്ങളെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി. മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ അവർ പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടി അവരെ ദൈവവചനം അറിവുള്ളവരായി, അത് പ്രാധാന്യമുള്ളവരായി മനസ്സിലാക്കുവാൻ നമുക്കിടയാക്കും. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും മാതാപിതാക്കൾ ഇവിടെ ഉള്ള പ്രിയ കുഞ്ഞുങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തോ. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവർ ദൈവവചനത്തിന്റെ പ്രാധാന്യമുള്ളവരായി മാറും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നൽകാമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. അവരത്ര ഉന്നതമായി ആയിക്കോട്ടെ, പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായ ദൈവത്തിന്റെ കൃപയുള്ളവരായി, ദൈവവചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്, ആരാധനയുടെ പ്രാധാന്യം അല്ലേ. പലരും നമ്മൾ കണ്ടിരിക്കുന്ന ആരാധനയുടെ പകുതി അവിടെ കയറി വരുന്നത്. എന്നാൽ നിങ്ങളുടെ ജോലിക്ക് പോകുമ്പോൾ അങ്ങനെയാണോ? 9 എന്ന് പറഞ്ഞാൽ 9:55 പോകും, കാരണം പഞ്ചിങ് ഉണ്ട് അല്ലെ. പക്ഷേ ഈ സഭയിൽ ഏത് ചർച്ചകൾക്കാണെങ്കിൽ ഇപ്പൊ 2 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുന്നു അല്ലെ. അതിനെ ഡിവൈഡ് ചെയ്ത് ആരാധനയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, ദൈവവചനമുണ്ട്. ഇതെല്ലാം ബാലൻസോട് കൂടിയാണ് ഒരു ശുശ്രൂഷ കൊണ്ടുപോകുന്നത്. മനസ്സിലായി? ഈ ആരാധന മിസ്സായി കയറി വന്ന സമയത്ത് ഈ ആരാധന കിട്ടുന്നില്ല. ആരാധനയില്ലെങ്കിൽ ഈ ആരാധന എന്ന് പറഞ്ഞാൽ ഒരു ആരാധന എന്ന് പറഞ്ഞാൽ പിശാചിനെതിരെ ഒരു വെപ്പണം. മനസ്സിലായി? നിങ്ങൾ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ ലളിതമായി പറയാം, നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന അന്യഭാഷ ഒരു ലാംഗ്വേജ് ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ. ഉദാഹരണം, മാളികപ്പുറയിൽ അവർ ആരാധിച്ചപ്പോൾ അന്യദേശക്കാർ വന്നു കൂടിയല്ലോ. അവര് പറഞ്ഞെന്നല്ലേ അന്യഭാഷയെക്കുറിച്ച് അവര് കേട്ടതെന്ന് പറയോ? അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നവർ അല്ലെ. അന്യഭാഷ നമ്മൾ ആരാധിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനം നമുക്കറിയത്തില്ല. നമ്മൾ ദൈവത്തോട് അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങളുടെ അകത്തും നിങ്ങൾ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ മഹത്വപ്പെടുത്തുക. നമ്മൾ അറിയാതെ അതാണ് അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ നമ്മൾ പ്രസ്താവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ ഭാരത്തിൽ ഇരിക്കുമായിരിക്കും അല്ലെ. ഒരു മീറ്റിംഗിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ആത്മശക്തിയോട് ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ പറയുന്നറിയോ? നീ എനിക്ക് അത്ഭുത ദൈവമാണ്, നീ എന്റെ ഒരു പ്രശ്നത്തിൽ നിന്ന് കടന്നു പോകുന്ന മനസ്സിലാവും. അവൻ ആത്മാവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വൻകാര്യത്തെ പറയുക. എന്താ ദൈവത്തിന്റെ വൻകാര്യത്തെ പറയുന്നത്? ദൈവം ഇതുവരെ എന്നെ അത്ഭുതമായി നടത്തിയെങ്കിൽ ദൈവം എനിക്ക് അത്ഭുതമായ ദൈവമാണ്, എനിക്ക് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. എന്റെ വിഷയത്തിൽ അത്ഭുതമായി ചെയ്യുമെന്ന് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പറയുക. കണ്ണ് തുറന്നിരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നത് ഞാൻ വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ, പകരം ആത്മാവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തെ ഉയർത്തുകയാണ്. ചെറിയ വ്യാഖ്യാനോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ആത്മാവിലുള്ള ആരാധനകൾക്ക് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ദൈവവചനമാണല്ലോ നമ്മുടെ ആത്മാവിലാണ്. ദൈവവചനം നമ്മളെ നിലനിർത്തുന്ന ആഹാരമാണ്. ഇനി അതേപോലെ ഞാൻ ആ ഫയറിന് കണ്ടപ്പോൾ ഫാസ്റ്റിംഗ് പ്രേയർ ആൻഡ് ലോർഡ്സ് സപ്പർ എന്ന് വായിക്കും. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ അവസാനത്തില്ലേ കർത്തൃമേശയുണ്ടല്ലോ ആരാധന. പല ദൈവമുണ്ട്. ഞാൻ ദൈവദാസനായി ദൈവസഭയിൽ ആരോഗ്യം പല പ്രിയപ്പെട്ടവർ കർത്തൃമേശയിൽ നിന്ന് ഒഴിവായിരിക്കുന്ന കാണുന്നു. കർത്തൃമേശയിൽ കർത്താവിന്റെ തിരുമേശയാണ് നമ്മളെ ഒരു നിലയിൽ ആത്മീയമായി ബലപ്പെടുത്തുകയും അല്ലെ കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ തിയോളജിക്കലൊക്കെ വിട്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ഒരു ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷിയോടാണ് കർത്തൃമേശ എടുക്കുന്നത്. കർത്തൃമേശ എടുക്കുമ്പോൾ ദൈവം പറയുന്ന പ്രകാരം ദൈവവചനത്തിൽ വിശുദ്ധിയോട് വേർപാട് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ ആ നിലവാരത്തിൽ കർത്തൃമേശ എടുക്കാതിരിക്കുമെന്ന് ഓർമ്മ എനിക്ക് ചില വിഷയത്തിൽ ഒഴിഞ്ഞിരിക്കില്ല. ഈ കർത്തൃമേശ എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചറിയോ? നമുക്ക് തന്നെ ഒരു ആത്മസാന്നിധ്യവും സന്തോഷവും
ഉണ്ടാകുന്നു. പക്ഷേ കാരണം ദൈവത്തിന്റെ നിയമപ്രകാരം ആ സ്റ്റാൻഡേർഡിൽ ഉള്ളവരാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകാൻ പറ്റും. പക്ഷെ കർത്തൃമേശ എടുക്കാതിരിക്കുമ്പോഴും അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും നിങ്ങൾ ഭാവോക്കാകരുത്, പങ്കെടുക്കരുത്. എന്തുകൊണ്ട്? ഭൂതങ്ങളുടെ മേശയിൽ കർത്താവിന്റെ മേശ, കർത്താവിന്റെ മേശയാണ് അല്ലെ. വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച് അത് മുറുക്കുന്ന കർത്താവിന്റെ തിരുമേശയിൽ അല്ലെ. ഇവിടുത്തെ ഒരു അമ്പലത്തിൽ നിന്നോ മറ്റൊരു ഒരു ആഹാരത്തിന് പ്രത്യേകതയുണ്ടല്ലോ, അവരുടെ പൂജിച്ച് തന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഇടുന്ന ആഹാരത്തിന് പ്രാധാന്യം അവരെത്തിക്കുന്നെങ്കിൽ അതിനേക്കാൾ എത്രയോ ശക്തിയുണ്ട് ദൈവത്തിന്റെ കർത്താവിന്റെ തിരുമേശയിൽ. നിങ്ങൾക്ക് വേറെ ഏത് ആഹാരം ഏത് സൂപ്പർ മാർക്കറ്റിലും കിട്ടും, പക്ഷെ കർത്താവിന്റെ തിരുമേശ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ അല്ലല്ലോ ദൈവമക്കൾ ഒരുമിച്ചിരുന്ന ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഓർക്കുന്ന കർത്താവിന്റെ തിരുമേശ എന്ത് നമ്മൾ അറിയാതെ ദൈവിക വിടുതൽ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യം. പക്ഷെ ഇന്ന് പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കർത്താവിന്റെ തിരുമേശയില്ല. ഇങ്ങനെ വരുവോ ആരാധിക്കല്ലേ? ആരൊക്കെ പറഞ്ഞു പാസ് പറഞ്ഞത് കസേര പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കസേര വന്നിരുന്നിട്ട് അങ്ങ് പോകുമോ? അതുകൊണ്ടാണ് ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല പറഞ്ഞത്. അവര് വന്നാ വന്നു അല്ലെ. 10 വർഷമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയിക്കുന്നത് ദൈവവചനമാണ്. ഇപ്പോഴും വാക്കി ഇങ്ങനെ തപ്പുക എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമാണ്. ഇപ്പൊ ചാറ്റിലും ഇന്റർനെറ്റിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ദൈവവചന വിഷയങ്ങളിൽ എന്ത് വരുമ്പോഴും ചെയ്തു എന്നും ഒരുപോലെ. അങ്ങനെയാണോ വേണ്ടത്? ഇവിടെ വായിക്കുന്നത് കർത്താവിന്റെ അഭിനബലത്തിലും ശക്തിപ്പെടുത്തുന്നത്. ഓരോ ദിവസവും ഓരോ ആരാധന കഴിയുമ്പോൾ ഈ 3 ദിവസത്തെ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രത്തോളം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുമോ, അതുകൊണ്ട് മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മസാന്നിധ്യത്തിലേക്കാണ് ദൈവമക്കളെ നമ്മൾ ദൈവത്തെ ഇന്നത്തെ ആരാധനകളിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷകൾക്കും ഈ ഉപവാസ പ്രാർത്ഥനയിലും ഞാൻ ഒരു ദൈവമക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു പണിയൂടെ ദൈവത്തോട് ഒരുവരെ ദൈവത്തോടെ അടുക്കുന്ന ദിനങ്ങളാക്കി തീരുമാനിയാകട്ടെ. അത് എങ്ങനെയാ സംഭവിക്കുന്നത്? ശക്തിപ്പെടുക എന്ന് പറയുന്നത് ദൈവവചനത്തിൽ കുറച്ചുകൂടെ ശക്തിപ്പെടണം. ദൈവവചനത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനിടയാണ്. കർത്താവ് ദൈവവചനമാണ് നമ്മൾ നിലനിർത്തുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾ നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് അപ്പോൾ ദൈവത്തിന്റെ സൗവായുധ വർഗം ആരോട് വായിക്കുന്നത് സ്പിരിച്വൽ വാർത്തയുടെ ആത്മീയ പോരാട്ടത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും? അതിന് അടിസ്ഥാനപരമായ കാര്യം ഇവിടെ വായിക്കുന്നത് കർത്താവിൽ തന്നെ ബലത്തിൽ ശക്തിപ്പെടും. ഞാൻ ഒന്നുകൂടെ ആ വാക്കിന് ലിറ്ററലി ഒരു അർത്ഥത്തോടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ അധ്യായത്തിൽ വായിക്കുന്ന അതിന്റെ 19 വായിക്കുന്നത് ഒടുവിൽ കർത്താവ് എന്ന് പറഞ്ഞാൽ ഈ എഫേസ് ലേഖനത്തിൽ എഴുതുന്ന ഈ ലേഖനങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു വാക്ക് എഴുതുന്ന പോലെയാണ് ഒടുവിൽ അല്ലെ, ഫൈനലി എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുന്നത് അല്ലെ. എന്താണ് ഞാൻ അതിനെ ഒരർത്ഥത്തോടെ ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത്, ഓരോ പ്രശ്നവും നമുക്കുണ്ട് അല്ലെ. ഒരു രോഗമായിക്കോട്ടെ, ഒരു കുഞ്ഞുങ്ങളുടെ പ്രശ്നമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രശ്നമുള്ളതുപോലെ ഓരോ പ്രാവശ്യം പ്രാർത്ഥന വിഷയമായി വ്യക്തിപരമായി സഭയ്ക്കൊക്കെ പ്രാർത്ഥന വിഷയമുണ്ടല്ലോ അല്ലെ. ഇന്ന് രാത്രികാലം നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയമുണ്ടല്ലോ. ആ പ്രാർത്ഥന വിഷയത്തിൽ ഒരു റിസൾട്ട് ഉണ്ട്, മനസ്സിലായോ? ഇപ്പോഴത്തെ ഈ മാസം പ്രാർത്ഥിക്കുന്ന കുറച്ച് ടോപ്പിക് ഉണ്ട്. കഴിഞ്ഞ മാസം വിടുതൽ തന്നു, അത് സ്വന്തമൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ പ്രാർത്ഥിച്ച പല വിഷയത്തിലും അത്ഭുതകരമായി വിടുതൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. 2024 പ്രശ്നമാണോ 2025 ഉള്ളത്? ആണോ? 2024 ഒത്തിരി പ്രാർത്ഥനാ വിഷയമുണ്ടാകും. ദൈവം അത്ഭുതകരമായ അതിനൊക്കെ വിടുതൽ തന്നിട്ടുണ്ട്. ഒരു സ്തോത്രം പോലും പറഞ്ഞിട്ടില്ല പലരും, മനസ്സിലായോ? അപ്പൊ അടുത്ത വിഷയം വന്നു, ആ വിഷയം ആലോചിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒടുവിൽ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളിൽ എന്ത് ചെയ്തു? ഒരു പടിയും കൂടെ ദൈവത്തോട് അടുക്കണം. മനസ്സിലായോ? നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവം എന്താ? ഒരു കടബാധ്യത ഉടനെ അവനൊക്കെ തല്ലി കൊല്ലുക, അല്ല വേറെ പ്രശ്നം അപ്പോഴത്തിന് ആത്മഹത്യ ചെയ്യുക. ആ പ്രശ്നം കൂടെ അവനങ്ങ് അവസാനിക്കുക, മനസ്സിലായോ? പക്ഷേ നമുക്കൊരു പ്രശ്നം കൊണ്ട് അവസാനിക്കൂ ഇല്ല. ആ പ്രശ്നത്തിൽ മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് മനസ്സിലാക്കി? ഞാൻ പറഞ്ഞ നടപ്പാകത്തുള്ളവർ എന്ത് ചെയ്തു? നിങ്ങൾക്ക് നന്മ കിട്ടുന്ന ജോലിയിലും മറ്റുള്ളവർക്കും ദൈവം ആ വിഷയത്തിൽ ഒരു വിടുതൽ സംഭവിക്കും. കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, ഏത് പ്രാർത്ഥനാ വിഷയമായിക്കോട്ടെ, അതിന്റെ അവസാനം സംഭവിക്കുന്നറിയോ? കർത്താവിന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ആ പ്രശ്നം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ദൈവബന്ധം നെഗറ്റീവ് അല്ല ചിന്തിക്കണം. പകരം എന്ത് ചെയ്തു? അവിടെ പറയണം, ഈ പ്രശ്നം വന്നതുകൊണ്ട് എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റി, ഈ പ്രശ്നം ഈ രോഗം വന്നതുകൊണ്ട്, ഈ വിഷയം വന്നതുകൊണ്ട്, ഈ വിഷയത്തിനകത്തൊരു
ആരാധിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരു വിശ്വസം പ്രാർത്ഥിക്കാൻ കഴിയുമോ? അത്ഭുതകരമായ ചില വിടുതൽ സംഭവിക്കട്ടെ. നിങ്ങൾ അന്യഭാഷ ദൈവത്തെ അത്ഭുതകരം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപര, വിശ്വാസ,
മനോമിതം ഇന്ദ്രിയേ. സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ ആത്മാവിൽ ആരാധിക്കുന്ന സഭകളിലും വ്യക്തികളിലും കുടുംബത്തിൽ എന്തുകൊണ്ട്? സ്നേഹമുണ്ട്, അല്ലെ? സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്. ഈ ആരാധനയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലോകത്ത് എങ്ങും കിട്ടത്തില്ല. ഏത് ഓർഗനൈസേഷനിൽ എവിടെ പോയാലും സഭയിൽ കിട്ടുന്ന സന്തോഷം ലോകത്ത് കിട്ടത്തില്ല. ഒരു സിനിമ കാണുന്ന ആളുകളൊക്കെ ഇന്ന് മീഡിയയിലൊക്കെ പല രീതിയിലുള്ള സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സഭയിലോട്ട് വന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടണം. ലോകത്തിലുള്ളതിന്റെ അടുത്ത സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ സമാധാനമുള്ളത്. മദ്യത്തിന്, മയക്കുമരുന്ന്, സമാധാനത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വന്നൊരു കൂട്ടായ്മ ഹലോ പറഞ്ഞ് പ്രൈസിനോട് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ചാർജായി പോകണം. ഈ ഉപവാസം പ്രാർത്ഥന 3 ദിനം കഴിയുമ്പോൾ എന്ത് ചെയ്തു? നമ്മളിലുള്ള ആത്മാവിലെ സന്തോഷം, സമാധാനം ഇതൊക്കെ എന്ത് ചെയ്തു? കുറച്ചുകൂടെ കൂടുന്നവരായി മാറണം. ഒടുവിൽ അവൻ കർത്താവിലും അവൻ അമിതബലത്തിലും ശക്തിപ്പെടും. അങ്ങനെ ശക്തിപ്പെടുമ്പോൾ പിശാചിന്റെ സകല തന്ത്രങ്ങളെയും പോരുകളെയും ദൈവമക്കൾ നിങ്ങൾ ജോലി സ്ഥാപനത്തിൽ നിങ്ങൾ കഴിഞ്ഞ മാർച്ചിനേക്കാൾ ഏപ്രിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്തു? അവിടെ ഒരു വലിയൊരു അത്ഭുതമായ വിടുതൽ സംഭവിക്കും. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ, നിങ്ങൾ കാലുവെക്കുന്ന മേഖലകളിൽ, നിങ്ങൾ കൈവെക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതകരമായ ദൈവമക്കൾക്ക് അധികാരമുണ്ട്. ഈ ദൈവസഭയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തേക്കാൾ അടുത്ത മാസത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ദേശത്ത് ഒരു അത്ഭുതകരമായ സാക്ഷ്യമുള്ളവരായി ദൈവകൃപയുള്ള സഭയായി ഉപയോഗിക്കട്ടെ. ഈ ബ്രോക്കൺ വേൾഡിൽ ഒരു ഹെൽത്തി ചർച്ചായി, ആരോഗ്യമുള്ള സഭയായി, ഭേദങ്ങളെ തിരിച്ചറിയുന്ന ആരോഗ്യമുള്ള ഒരു കൂട്ടം വിശ്വാസങ്ങളുള്ളവരായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ആരോഗ്യത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഹെൽത്തി വിശ്വാസങ്ങളായി നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ഏത് വിഷയം നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഫോണിൽ കൂടി താമസിക്കുന്ന പ്രിയപ്പെട്ടവരായിക്കോട്ടെ, നിങ്ങൾ ഒരുമിച്ച് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കും. കാരണം എന്താ? ദൈവമക്കൾ ആത്മാവിലുള്ള ശക്തിയുള്ള ആളുകളാണ്. ദൈവകൃപയുള്ള ആളുകളാണ്. സഭയായി ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും അനുഗ്രഹം, ആത്മീയ അഭിവൃദ്ധികളുമുള്ള സഭയായി മാറുവാൻ കർത്താവിടെയാകട്ടെ. നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ ഇങ്ങനെയുള്ള അവസരം തന്നതിൽ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയാണെങ്കിൽ ഓർക്കുക.